കേരളത്തിലെ വ്യവസായ രംഗത്തെ പ്രകീർത്തിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനെ പരിഹസിച്ചുകൊണ്ട് പാർട്ടി മുഖപത്രം വീക്ഷണം. ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്ന തലക്കെട്ടിൽ തരൂരിന്റെ പേരെടുത്ത് പറയാത്ത മുഖപ്രസംഗം. കർക്കിടക സന്ധ്യയിൽ രാമസ്തുതി ചൊല്ലേണ്ടിടത്ത് രാവണസ്തുതി ചൊല്ലരുതെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു, തരൂരിന്റെ ലേഖനത്തിൽ എത്രത്തോളം കോൺഗ്രസിന് അതൃപ്തിയുണ്ട് എന്നുള്ളത് നേതാക്കളുടെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമായതാണ്. പക്ഷേ ഇപ്പോഴുള്ള വിമർശനങ്ങൾ അല്പം കടന്ന കൈയായി പോയി, പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലെന്ന് തോന്നുന്നുണ്ടോ? വലിയ വിമർശനങ്ങളാണോ ഉയർത്തുന്നത്? ശശി തരൂരിന്റെ പേര് പറയുന്നില്ലെങ്കിലും ശശി തരൂരിനെ ഓടിച്ചിട്ടടിക്കുക എന്ന പ്രയോഗത്തിന് പോലും ചേരുന്ന രീതിയിലുള്ള ഒരു മുഖപ്രസംഗമാണ് വീക്ഷണം എഴുതിയിരിക്കുന്നത്. തലക്കെട്ട് തന്നെ ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്നാണ്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വികസനത്തിന്റെ പേരിൽ അനാവശ്യ വിവാദം സൃഷ്ടിച്ച് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുത്. വെളുപ്പംകാലം മുതൽ വെള്ളം കോരി സന്ധ്യയ്ക്ക് കുടമെടുക്കുന്ന രീതി പരിഹാസ്യമാണ്. ആയിരക്കണക്കിന് പ്രാദേശിക പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ വിളവെടുപ്പാണ് തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പ്. എല്ലാ സാഹചര്യങ്ങളും LDFന് പ്രതികൂലമായിട്ടും UDFനെ ജനങ്ങൾ ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയായിരിക്കും. സർക്കാർ വിരുദ്ധ വികാരം ആളിക്കത്തിക്കുമ്പോൾ അതിന് ഊർജം പകരേണ്ടവർ അത് അണയ്ക്കാൻ വെള്ളമൊഴിക്കുന്നത് വികലമായ രാഷ്ട്രീയ രീതിയാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും LDFന്റെ ഭരണക്കെടുതിക്കെതിരെ പോരാടുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ചു പിറകോട്ട് വലിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. കർക്കിടക സന്ധിയിൽ രാമസ്തുതി ചൊല്ലേണ്ടിയിരിക്കും. കർക്കിടക സന്ധിയിൽ രാമസ്തുതി ചൊല്ലേണ്ടടുത്ത് രാവണസ്തുതികൾ ഉരവിടുന്നത് വിശ്വാസഭ്രംശവും ആചാരവിരുദ്ധവുമാണ്. മോദി അമേരിക്കയിൽ പോയി പ്രസിഡന്റ് ട്രംപിനെ ആശ്രയിക്കുന്നത് വാണിജ്യക സൈനിക കരാറുകളിൽ ഉറപ്പ് നേടിയതും മഹത്തായ കാര്യമൊന്നുമല്ല എന്ന് ആദ്യ ഭാഗത്ത് മോഡിയുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി പറയുന്നു. അതിനുശേഷമാണ് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലെ ഇടതുഭരണത്തിന് വ്യാവസായിക പുരോഗതിയുടെ പേരിൽ പ്രശംസി പത്രം നൽകുന്നത് എല്ലാവരെയും വിജയിപ്പിക്കുന്ന പണ്ടത്തെ ചാക്കേരി പാസ് പോലെയാണ്. കേരളം വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റിയത് CPM ആയിരുന്നു. തുടർന്ന് പറയുന്നുണ്ട്, ഈ പേരുദോഷം പോകാൻ 7 ഗംഗയിൽ മുങ്ങിക്കുളിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് അതിശക്തമായ നിശ്ചിതമായ ഭാഷയിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിന്റെ പേര് പറയാതെ പട്ടിമുഖ പത്രം ആഞ്ഞടിക്കുന്നത്.